ഇലക്ഷൻ പൂരത്തിലേക്ക് നമ്മൾ വീണ്ടും തിരികെ എത്തുകയാണ്. സജിത്ത് സൂചിപ്പിച്ചിരുന്നു, ആലത്തൂരിലെ കഴിഞ്ഞ തോൽവിക്ക് കാരണങ്ങളിൽ ഒന്ന് CPM-നുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. ആ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരു തരി പോലും പ്രതിഫലിക്കാതിരിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടേക്ക് എത്തിക്കുന്നു. പക്ഷേ രമ്യ ഹരിദാസിന്റെ ജനകീയ പിന്തുണയ്ക്ക് കുറവുണ്ടായിട്ടില്ല എന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. സരസുവിനെ പോലൊരു സ്ഥാനാർത്ഥിയെ അവരുടെ വിദ്യാഭ്യാസ മികവ് അടക്കം ഒരുപക്ഷെ ആലത്തൂരിലെ ജനങ്ങൾ അംഗീകരിച്ചേക്കുമെന്നുള്ളതാണ്. നമുക്ക് മിഥുനിലേക്ക് പോകാം. മിഥുൻ, ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ ആ കാര്യത്തിലേക്ക് തന്നെ വരാം. കഴിഞ്ഞ തവണ 2019 സംസ്ഥാനത്തിന്റെ പൊതു തരംഗത്തെക്കാൾ അവിടെ തോൽവിക്ക് ഇടവെച്ചത് അവിടുത്തെ CPM-ന്റെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ മറികടന്നു CPM. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ ആഭ്യന്തര പ്രശ്നങ്ങളെ മറികടക്കുന്ന തരത്തിലേക്ക് സംഘടനാ മികവ് കൊണ്ടുവരാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് മിഥുൻ നിരീക്ഷിക്കുന്നത്? സൈത്ത്, തീർച്ചയായും നമുക്കറിയാം 2019 PK ബിജുവിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സംഘടനാ തലത്തിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒപ്പം തന്നെ ഭിന്നതകളും ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഉയർന്നു കേട്ട ഒരു പേരായിരുന്നു K രാധാകൃഷ്ണന്റെ പേര്. K രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ആവശ്യം ഒരു വിഭാഗം അന്ന് തന്നെ ഉന്നയിച്ചിരുന്നു. അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പലർക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും മൂന്നാമത് PK ബിജുവിന് തന്നെ ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇടതുമുന്നണി എത്തുകയായിരുന്നു. അത് തന്നെയായിരുന്നു അവർക്ക് പാളിച്ച പറ്റിയതെന്നുള്ളത് തന്നെയാണ്. അവരുടെ ഏറ്റവും ഉറച്ച കോട്ടയിൽ അവർക്ക് അടിപതറുകയും ഇടത്തോട്ട് ഏകദേശം 1.5 ലക്ഷത്തിലധികം വോട്ടിന്റെ കാറ്റ് വീശിക്കൊണ്ടിരുന്ന ആ മണ്ഡലത്തിൽ 1.5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാട്ടും പാടി രമ്യ ഹരിദാസ് വിജയിച്ചു കയറിയ മണ്ഡലം കൂടിയാണ് ആലത്തൂർ എന്ന് പറയുന്നത്. അന്ന് പുതുമുഖ സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ പോലും തന്നെ കഴിഞ്ഞ 5 വർഷത്തെ രമ്യ ഹരിദാസിന്റെ ഒരു പ്രകടനം തന്നെയായിരിക്കും ഇത്തവണ വോട്ടർമാർ നിരീക്ഷിക്കാൻ പോകുന്നത്, വിലയിരുത്താൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഘടനാ തലത്തിൽ K രാധാകൃഷ്ണനെ സംബന്ധിച്ച് നമുക്കറിയാം, ജനകീയ മുഖമാണ്. മന്ത്രിയായിരിക്കുമ്പോഴും ഒപ്പം തന്നെ അതിനു മുമ്പ് സ്പീക്കറായിരുന്നപ്പോഴും ഒക്കെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ ജനങ്ങൾക്കൊപ്പം സാധാരണക്കാർക്കൊപ്പം നിന്നിട്ടുള്ള ആ ഒരു ജനകീയ മുഖം തന്നെയാണ് ഇടതുമുന്നണി ഇത്തവണ എടുത്ത് ഉയർത്തി കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് രാവിലെ കൂടി പല ജനങ്ങളുമായി, പല വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളുമായി ഒക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. അതായത് രാധാകൃഷ്ണൻ ഇത്തവണ ജയിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കഴിഞ്ഞ അവിടെ സജിത്ത് ഈ പറഞ്ഞതുപോലെ PK ബിജുവിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ചില CPM-കാരെങ്കിലും അന്ന് പ്രതികരിച്ചിരുന്നത് ഒരു മടുപ്പ് അവർക്കുണ്ട് എന്ന തരത്തിൽ. ആ സമയത്ത് അതൊരു ശരിയായ നിരീക്ഷണമായിരുന്നു എന്നറിയില്ല. കാരണം ഈ ബിജുവും താഴെ തട്ടി നിന്ന് വളർന്നു വന്ന ഒരാളാണ്. പക്ഷെ കൃത്യമായി മണ്ഡലത്തിൽ ഫോക്കസ് ചെയ്തിട്ടില്ല. ചില ഇപ്പോൾ ഈ MP ഒക്കെ കാണാനൊക്കെ ആളുകൾ എത്തുമ്പോഴൊക്കെ മുഖം തിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് സ്പേസ് കിട്ടാതിരിക്കുക, അങ്ങനെയൊക്കെ ചില വിമർശനങ്ങൾ ആ സമയത്ത് ഉയർന്നു വന്നിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം മാത്രമല്ല കോട്ടയം ജില്ലക്കാരനാണ്. അങ്ങനെ ഒരാൾ പോയി അവിടെ മത്സരിക്കുന്നതിലുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മിഥുന്, ഈ CPM-ന്റെ K രാധാകൃഷ്ണന്റെ സാധ്യതയെ മിഥുൻ പങ്കുവെച്ച് കഴിഞ്ഞു. ഇനി തിരിച്ച് രമ്യയിലേക്ക് വരുമ്പോൾ, രമ്യ ഹരിദാസ് കഴിഞ്ഞ തവണ പാട്ടുംപാടി ജയിച്ചു എന്ന് വെറും ഒരു പ്രയോഗമല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ചത് തന്നെയാണ്. അപ്പം രമ്യ ഇത്തവണയും പാട്ട് പാടുന്നുണ്ട്. നമുക്ക് പ്രചരണ വിഷയങ്ങൾ ദൃശ്യങ്ങളിലൊക്കെ അതിൽ എതിരാളികൾ ഈ പാർലമെന്റിലും പോയി പാട്ടുപാടിയാണ്. പാർലമെന്റിൽ പാട്ടുപാടിയിരുന്നു രമ്യ. ഇത്തരത്തിൽ പാർലമെന്റിലും പാട്ടുപാടിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതാണോ പാർലമെന്റിൽ പോയി ചെയ്യേണ്ടത് എന്ന വിമർശനമുണ്ട്. അതെ. ഈ മിഥുൻ, രമ്യ ഹരിദാസിന്റെ പതിവ് പ്രചരണ രീതി ഇത്തവണ വോട്ടാകുമോ? മാത്രമല്ല, ഈ സിറ്റിംഗ് MP നേരിടുന്ന ചില പ്രശ്നങ്ങൾ ആ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് തുടക്കത്തിൽ കേട്ടിരുന്നു. അതൊക്കെ രമ്യ ഹരിദാസ് മറികടന്നിട്ടുണ്ടോ? എന്താണ് രമ്യയുടെ ഒരു സാധ്യത? സജിത്ത്, ഇത്തവണ പാട്ടും പാടി അങ്ങനെ രമ്യ ഹരിദാസിന് വിജയിച്ച് കയറാനാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം നമ്മൾ ഇന്ന് രാവിലെ കൂടി ആളുകളുമായി സംസാരിച്ചപ്പോൾ ഇവിടുത്തെ ഒരു മണ്ഡലത്തിലെ ഒരു പൾസ് നോക്കുമ്പോൾ തന്നെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നമുക്കിവിടെ പ്രകടമാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ ഒരു പുതുമുഖം എന്നുള്ള രീതി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-നുള്ളിൽ തന്നെ ആഭ്യന്തര കലഹം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ വോട്ട് കൂടി ലഭിച്ചുകൊണ്ടാണ് ആ 1.5 ലക്ഷത്തിലധികം വോട്ട് അതിന്റെ ഭൂരിപക്ഷം നേടാൻ രമ്യ ഹരിദാസിന് സാധിച്ചെന്നുള്ള കാര്യം പാർട്ടി പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ UDF-ന്റെ നേതാക്കന്മാരെ തന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ ഇടത് കോട്ടയിൽ നിന്ന് CPM-കാരുടെ വോട്ട് ലഭിക്കാതെ ഇത്രയധികം വോട്ട് ഭൂരിപക്ഷം നേടാൻ രമ്യയ്ക്ക് സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഇത്തവണ K രാധാകൃഷ്ണന്റെ ഒരു സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി തന്നെ അത്തരത്തിൽ എളുപ്പമായി അങ്ങനെ പാട്ടുപാടിയൊന്നും വിജയിച്ച് കയറാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് ഇന്നത്തെ നിലവിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്, നിലവിലെ സാഹചര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ രമ്യ ഹരിദാസിന് പോകാൻ സാധിക്കുമോ എന്ന് അറിയത്തില്ല. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലം രമ്യ ഹരിദാസ് എന്ത് ചെയ്തിട്ടുണ്ട്
ഉണ്ടായിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ എന്നുള്ളത് തന്നെയാണ് ഇത്തവണ വിലയിരുത്താൻ പോകുന്നത്. അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാർഷിക മേഖലയാണ്, കാർഷിക മണ്ഡലം കൂടിയാണ് ആലത്തൂർ എന്ന് പറയുന്നത്. അവിടെ ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ വരൾച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇതിന്റെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള തുക അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിലൊന്നും തന്നെ എംപിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ജനങ്ങളോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊക്കെ തന്നെ ഒരു രണ്ട് വശത്തും നിന്നിട്ടുള്ള ഒരു, അതായത് പകുതി രീതിയിൽ LDF-ന് മുൻതൂക്കം നൽകിയും അല്ലെങ്കിൽ പകുതി രീതിയിൽ UDF-ന് മുൻതൂക്കം നൽകിയിട്ടുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. പക്ഷേ നമ്മൾ അതിൽ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്. രമ്യ ഹരിദാസിന് ഇത്തവണ ഒരു ചെറിയ എഡ്ജ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായും അവിടെ സജിത്ത് എന്തായാലും ഈ പാട്ടുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിക്കുമ്പോൾ ഇനിയിപ്പോൾ സരസുവിന് എനിക്ക് തോന്നുന്നു ഈ രമ്യ ഹരിദാസിന്റെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ ഈ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഈ വിജയരാഘവൻ നടത്തിയ ചെറിയൊരു അശ്ലീല സ്വഭാവമുള്ള പരാമർശം ഉണ്ടായിരുന്നു രമ്യ ഹരിദാസുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതൊക്കെ അടക്കം വളരെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ അവർക്ക് അവസരം ലഭിച്ചു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു സാധ്യതയൊന്നുമില്ല. ഇപ്പോഴും ഈ പാട്ടിൽ തന്നെയാണല്ലോ മാധ്യമപ്രവർത്തകരടക്കം കേന്ദ്രീകരിക്കുന്നത്. അവിടെ സരസുവിന് എന്താണ് റോൾ എന്നതുണ്ട്. ഞാൻ ഏറ്റവും പെട്ടെന്ന് ഓർക്കുന്നത് മാധ്യമപ്രവർത്തകർ ഈ പാട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സരസു നൽകിയ പ്രതികരണം ഏത് കഴുതയ്ക്കും പാട്ട് പാടാൻ പറ്റില്ല എന്നാണ്. തൊട്ടടുത്തതായി അവരൊരു പാട്ട് പാടുകയും ചെയ്തിരുന്നു. അപ്പോൾ സരസുവിന്റെ റോൾ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം. നമുക്ക് സരസു അടക്കമുള്ള BJP-യുടെ സാന്നിധ്യം, പ്രധാനമന്ത്രി കരുവന്നൂർ കേന്ദ്രീകരിച്ച് നടത്തിയ ചില പ്രഖ്യാപനം, ഇതൊക്കെ നമുക്ക് വേഗത്തിലൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് മിഥുൻ ഞങ്ങൾ മടങ്ങി വരാം. അതിനു മുമ്പായിട്ട് വേഗത്തിലൊരു ഇടവേളയുണ്ട്, അതിനുശേഷം മടങ്ങി വരാം. പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞോ. റൈറ്റ്, നമ്മൾ വീണ്ടും ഇലക്ഷൻ പൂരത്തിലേക്കാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളുടെ അവസാന പൾസ് ആണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. സൈത്ത്, നമ്മൾ ആലത്തൂരിലാണ്. അതെ, നമ്മൾ ആലത്തൂരിൽ ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് BJP-യുടെ സാധ്യതയാണ്. എനിക്ക് തോന്നുന്നു 89,000-ൽ പരം വോട്ടുകൾ മാത്രം കഴിഞ്ഞ് നമ്മൾ പിടിച്ച ആ മണ്ഡലത്തിൽ ഇത്തവണ BJP പ്രതീക്ഷ വയ്ക്കുന്നത് പല ഘടകങ്ങളിലാണ്. ഒന്ന്, അവരുടെ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം, അതിലൊരു അവർ സൂചിപ്പിച്ച ഒരു സസ്പെൻസ് ഉണ്ട്, സൂക്ഷിച്ച ഒരു സസ്പെൻസ് ഉണ്ട്, അതുണ്ട്. രണ്ട്, പ്രധാനമന്ത്രിയുടെ നീക്കങ്ങൾ അങ്ങനെയുണ്ട്. കരുവന്നൂർ കേന്ദ്രീകരിച്ചുള്ള ചില പ്രഖ്യാപനങ്ങൾ. മിഥുനെ, ഒരു കാര്യം കൂടി നമുക്ക് അറിയേണ്ടത്, വേഗത്തിൽ രണ്ട് മറുപടി മിഥുൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഒന്ന്, ഈ പ്രൊഫസർ സരസുവിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം BJP-ക്ക് ആ മണ്ഡലത്തിൽ ഇപ്പോഴുണ്ടാക്കുന്ന സാധ്യത അത് എത്രമാത്രം? മറ്റൊന്ന്, ആലത്തൂരിൻ്റെ ഇതുവരെയുള്ള പൾസ് വിലയിരുത്തിക്കൊണ്ട് ആലത്തൂരിൻ്റെ മനസ്സ് ആർക്കൊപ്പമാണ്, ആർക്കാണ് മേൽക്കോയ്മ, അതിൽ മിഥുൻ സ്വയം വിലയിരുത്തുന്ന കാര്യം കൂടി ഒന്ന് പ്രേക്ഷകരെ അറിയിക്കണം. സൈത്ത്, തീർച്ചയായും. അതായത് ആലത്തൂരിൽ നമുക്കറിയാം കഴിഞ്ഞ 2019 BDJS-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു NDA പ്രതിനിധീകരിച്ച് വന്നത്. പക്ഷേ ഇത്തവണ വീണ്ടും BJP തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയായി TN സരസുവിനെ, അതായത് വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പലിനെ കൂടി രംഗത്തിറക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്ക് ഇറങ്ങുന്നു. ആ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ തന്നെ അവർക്ക് കൂടുതൽ മികച്ച വോട്ട് ശതമാനം നേടാം, ഒപ്പം തന്നെ കൂടുതൽ വോട്ടുകൾ നേടാമെന്നുള്ളൊരു പ്രതീക്ഷ BJP കണക്കുകൂടുന്നുണ്ട്. ഒപ്പം തന്നെ 2019 അപേക്ഷിച്ച് സംഘപരിവാർ സംഘടനകളൊക്കെ തന്നെ ഈ ആലത്തൂർ മണ്ഡലത്തിൽ കൂടുതൽ സജീവമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ NDA ക്യാമ്പിനുണ്ട്. അത് എത്രത്തോളം സാധിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഒപ്പം തന്നെ BDJS കഴിഞ്ഞ തവണ 89,000-ലധികം വോട്ട് നേടിയെങ്കിൽ പോലും തന്നെ അന്ന് വോട്ട് വിഹിതം വലിയ രീതിയിൽ കുറഞ്ഞിരുന്നു. 2014-ൽ 9.45 ഉണ്ടായിരുന്നുവെങ്കിൽ 2019 വരുമ്പോൾ അത് 8.45-ലേക്ക് കൂപ്പുകുത്തുന്നതാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു 10% മുകളിലേക്ക് TN സരസുവിന് കൊണ്ടുവരാൻ ആകുമോ, അല്ലെങ്കിൽ 1,00,000 മുകളിലേക്ക് വോട്ട് നേടാനാകുമോ എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് ഉയരുന്നത്. അത്തരത്തിൽ TN സരസുവിന്റെ ഒരു പ്രഖ്യാപനം, അതിൽ പ്രധാനമന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകും. നമുക്കറിയാം, നേരത്തെ സജിത്ത് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ഒരു സ്ഥാനാർത്ഥിയെ നേരിട്ട് വിളിച്ചുകൊണ്ട് അവരുടെ പേര് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ആക്ഷനിലേക്ക് കടക്കാനുള്ളൊരു കാര്യം, അത് ഈ മണ്ഡലത്തിലെ ജനങ്ങളെ സ്വാധീനിക്കാനായിട്ടുണ്ടോ? ഒപ്പം തന്നെ കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ, കരുവന്നൂർ ഈ ആലത്തൂർ മണ്ഡലത്തിൽ പെടുന്നതല്ല എങ്കിൽ പോലും തന്നെ വടക്കാഞ്ചേരി അടക്കമുള്ള മണ്ഡലങ്ങളിൽ അത് കൃത്യമായി സ്വാധീനിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് BJP-ക്ക് ഈ 1,00,000 മുകളിലേക്ക് വോട്ട് BJP ഉയർത്തിയാൽ മിഥുന്റെ നിരീക്ഷണത്തിൽ ആലത്തൂരിൽ ഇത്തവണ ആർക്കായിരിക്കും അവസരം?
ഇത്തവണ എനിക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു ജനങ്ങളുമായി സംസാരിച്ചതിന്റെ ഒരു രീതിയിൽ ഈ നിലവിലെ ഒരു അവസ്ഥ കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കെ രാധാകൃഷ്ണൻ തന്നെ ഒരു മേൽക്കൈ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ഇത്തവണ ഇടത്തോട്ട് ഇവിടുത്തെ കാറ്റ് വീശാൻ ഒരു സാധ്യത തന്നെയാണെന്ന് എനിക്ക് അതായത് വീണ്ടും ആലത്തൂര് ഇടത്തേക്ക് ചായാനാണ് സാധ്യത എന്നാണ് മിഥുൻ പറയുന്നത്. മിഥുന്റെ ആ വിലയിരുത്തൽ മിഥുൻ സൂചിപ്പിച്ചത് അവിടുത്തെ ഈ ജനങ്ങളുമായി സംസാരിച്ചപ്പോൾ എന്നുള്ളതാണ്. ശരിക്കും ജനങ്ങളോട് മിഥുൻ സംസാരിക്കുമ്പോൾ മിഥുൻ അങ്ങനെ വിലയിരുത്തുമെങ്കിൽ യഥാർത്ഥത്തിൽ ജനങ്ങൾ എന്തു പറയുന്നു എന്ന് നമുക്ക് പ്രേക്ഷകരെ കൂടി ഒന്ന് കേൾപ്പിക്കണം. ശരി, എന്താണ് ആലത്തൂരിലെ ജനങ്ങൾ പറയുന്നത് കേൾക്കാം. എങ്ങനെയുണ്ട് ചേട്ടാ ഇത്തവണത്തെ ഒരു പ്രചരണവും തെരഞ്ഞെടുപ്പിന് ഈ കുറച്ച് ദിവസങ്ങളെ മാത്രമേ ബാക്കിയുള്ളൂ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ആര് ജയിക്കും? ഇവിടുത്തെ ഒരു ഇതില് രാധാകൃഷ്ണൻ ജയിക്കാനാണ് സാധ്യത. ഞങ്ങളുടെ റിവ്യൂ ജയിക്കാനായി ജയിച്ചവരാണെന്നാണ് കാരണം ചേലക്കര നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ 10 കോടി സ്ഥലമൊക്കെ അവിടെ സ്ഥിരമായി വളരെ കാലമായി കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമായിരുന്നു. ആ മണ്ഡലം അദ്ദേഹം വന്ന ശേഷം ഒരു മാറ്റം ഉണ്ടായി പിടിച്ചെടുത്തത്. അവിടെ നിന്ന് അങ്ങോട്ട് അയാളുടെ ജൈത്രയാത്രയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം തന്നെയാണ് ആ മണ്ഡലത്തിൽ ജയിച്ചിട്ടുള്ളൂ. അവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹം അവിടുത്തെ ഇനി മൊത്തത്തിൽ നാട്ടിലെ ഏതോ ഒരു സീറ്റ് വെച്ച് ബാക്കി എല്ലാ സീറ്റും LDF. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഒരു പ്രത്യേക തരംഗം ഇപ്രാവശ്യം ഉണ്ടാകാൻ പോകുന്നു. അന്ന് ഇന്ത്യ രാജ്യത്ത് പൊതുവിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും. ഈ 2 വർഷം വോട്ട് ചെയ്ത് അതായത് ഇത്തവണ മണ്ഡലം നമ്മൾ തിരിച്ചു പിടിക്കും. അങ്ങനെയാണ് മണ്ഡലം തിരിച്ചു പിടിക്കും. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു മണ്ഡലത്തെ പ്രതീക്ഷ? നല്ല പ്രതീക്ഷയാണ്. തീർച്ചയായും ജയിക്കും, അതിന് യാതൊരു സംശയവും. ആര് ജയിക്കും? രാധേട്ടൻ ജയിക്കും. എന്തുകൊണ്ട് ജയിക്കില്ല? തീർച്ചയായും രാധേട്ടൻ ജയിക്കും. അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് LDFന്റെ സ്ഥാനാർത്ഥി. വളരെ നല്ല രീതിയിലുള്ള മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പാർലമെന്റിൽ പോയാൽ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായും അതിന് യാതൊരു സംശയവും വേണ്ട. തീർച്ചയായും ജയിക്കും. 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം മറികടക്കുമല്ലേ? മറികടക്കും, തീർച്ചയായും മറികടക്കും. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ട്രെൻഡൊന്നും ഇപ്പൊ UDFന് ഇല്ല. അതിന്റെ ആ ഉണ്ടായിരുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ ആ ഒരു ട്രെൻഡൊന്നും ഇപ്പോൾ UDFനില്ല. തീർച്ചയായിട്ടും പല മണ്ഡലങ്ങളും തിരിച്ചുപിടിക്കും. റൈറ്റ്. എന്തായാലും ആലത്തൂരിലെ വോട്ടർമാരുടെ പ്രതികരണങ്ങൾ തേടുമ്പോൾ അതിൽ വലിയൊരു ശതമാനവും ആലത്തൂർ തിരിച്ചുപിടിക്കും ഇടതുപക്ഷം എന്നാണ് അഭിപ്രായപ്പെടുന്നത് എന്നാണ് മിഥുൻ അവിടെ നിന്ന് ഏറ്റവും ഒടുവിൽ നൽകുന്ന സൂചനകൾ. ഇനി രസകരമായ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രസകരവും എന്നാൽ രാഷ്ട്രീയ പോരാട്ടവുമാണ് കോട്ടയത്ത് നടക്കുന്നത്. അവിടെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു ഭാഷയുണ്ടല്ലോ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് BJPക്കാർക്ക് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കോട്ടയത്ത് അവസരമില്ല, കോൺഗ്രസുകാർക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കോട്ടയത്ത് അവസരമില്ല, ഇടതുപക്ഷത്തിന് അരുവാൾ ചുറ്റിക നക്ഷത്രത്തിലും വോട്ട് ചെയ്യാൻ കോട്ടയത്ത് ഇടമില്ല. ആ കോട്ടയത്തിലേക്കാണ് നമുക്ക് ഇനി പോകാം. അപ്പോൾ കോട്ടയത്തിന്റെ രാഷ്ട്രീയം നമുക്ക് വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.